ഗുഡ് മോർണിംഗ്. തുളസി മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, 20 സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റിവിഷൻ അല്ല, എന്താ എന്താണ് നോക്കുന്നത്, കേസ് സ്റ്റഡീസിന്റെ എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കേസ് സ്റ്റഡി തരും. ആ കേസ് സ്റ്റഡി എന്ത് ചെയ്യണം, നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഡിസൈൻ എ ഫുട്വെയർ ഫോർ യൂണിസെക്സ്. യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജരീഷ് ഉണ്ടോ ഇവിടെ? ഓക്കെ, ഡിസൈൻ എ ഫുട്വെയർ ഫോർ. ഓക്കെ, യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് എന്ത് ചെയ്യാം, മെന്നും വുമണും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡിസൈൻ ഫുട്വെയർ. ഡിസൈൻ എ ഫുട്വെയർ യൂണിസെക്സ്. ഫസ്റ്റ് വൺ എന്ത് മോഡലായിരിക്കും എന്ന് വെച്ചാൽ എക്കണോമിക്സ് മോഡൽ. എക്കണോമിക്സ് ആൻഡ് സെക്കൻഡ് വൺ അസെത്തറ്റിക്സ്. ഓക്കെ, ഈ രണ്ട് ടൈപ്പിലാണ് ചെയ്യേണ്ടത്. സോ the question is, case study question is, design a footwear unisex model. First one is ergonomics and aesthetics model design. ഓക്കെ ആണോ? എല്ലാവരുടെ കയ്യിൽ നോട്ട് പെന്നൊക്കെ ഉള്ളതല്ലേ? ഉണ്ടോ എല്ലാവരുടെ കയ്യിൽ നോട്ട് പെന്ന്? ഇതെന്താ എല്ലാവരും സൈലന്റ്, ഇത്ര സൈലന്റ് ആയിട്ടിരിക്കണേ? റിവിഷൻ അല്ല. ഓക്കെ, ഡിസൈൻ എ ഫുട്വെയർ യൂണിസെക്സ് മോഡൽ. Footwear should wear with both men and women. Okay, the model type is, one is ergonomics and another one is aesthetics. Okay, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്തെഴുതണം? അമൽ സുരേന്ദ്രൻ, ഫസ്റ്റ് നമ്മൾ എന്തെഴുതണം? ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞു. ഡിസൈൻ എ ഫുട്വെയർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. എക്കണോമിക്സ് ആൻഡ് അസെത്തറ്റിക്സ് മോഡലാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതണ്ടേ? മനസ്സിലായില്ല. പറഞ്ഞോ. ഫസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് മോഡലാണ്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എർഗണോമിക്സിന്റെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് എന്തെഴുതണം? ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് എർഗണോമിക്സ് ആണ് കേട്ടോ. എർഗണോമിക്സ് ഇട്ടാ. ഓക്കെ, എർഗണോമിക്സ് ഇട്ട് കഴിഞ്ഞ ശേഷം അഗൈൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഓക്കെ, ഫസ്റ്റ് എർഗണോമിക്സ് ഇട്ട് കഴിഞ്ഞ ശേഷം എന്തെഴുതണം? ഓക്കെ, എഴുതിയ എല്ലാവരും? ഫസ്റ്റ് എന്താ വരയ്ക്കണേ? എർഗണോമിക്സ് അല്ലേ? വാട്ട് ഈസ് മീൻ ബൈ എർഗണോമിക്സ് മോഡൽ? ഷബിൻ, what is meant by ergonomics model? Shabin, what is meant by ergonomics model? Ergonomics model എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്? What is meant by ergonomics model? നന്ദ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? നന്ദ, ഓക്കെ. എർഗണോമിക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാ വരയ്ക്കേണ്ടത് ഡയഗ്രാം? ഇറ്റ് ഷുഡ് ബി എക്കോ ഫ്രണ്ട്ലി ആണോ? യൂസർ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ഡിസൈനെയാണ് നമ്മൾ എന്ത് പറയാ? എർഗണോമിക്സ് എന്ന് പറയാ അല്ലേ? യൂസർ ഫ്രണ്ട്ലി ഡിസൈൻ.
അസത്തറ്റിക്സ് മോഡൽ എന്ന് പറയുമ്പോൾ എന്താ എങ്ങനെയായിരിക്കണം ഫിഗർ? അസത്തറ്റിക്സ് മോഡൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കേണ്ടത് ഫിഗർ? ലുക്സ് ലൈക്ക് ഓക്കെ വിഷ്വലി ഗുഡ് ആയിരിക്കണം. ഗുഡ്, വിഷ്വലി ഗുഡ്. എന്ത് മോഡലാണത്? അസത്തറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കുന്ന വെച്ചാൽ 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 14 മാർക്കിൽ എക്കണോമിക്സും അസത്തറ്റിക്സും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സബ് ഹെഡിങ് എന്തിട്ടാണ്? നിങ്ങൾ എക്കണോമിക്സ് ഇടണം. എക്കണോമിക്സ് ഇട്ട ശേഷം നിങ്ങൾ എന്തെഴുതണം? ഫസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വരയ്ക്കും. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതണം. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എല്ലാവരും എഴുതിയിട്ട് എനിക്കൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സബ് ഹെഡിങ് എന്തിട്ടോ? എക്കണോമിക്സ് ഇട്ടോ. എക്കണോമിക്സ് ഇട്ട ശേഷം then you should write the problem statement for economics model. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതണം? ടു ഡിസൈൻ എ economics model for footwear. To design a economics model for footwear. ബ്രാക്കറ്റിൽ യൂണിസെക്സ് ഇട്ടോ. വേറെ മോഡലിൽ എഴുതാം. സെവിൻ എങ്ങനെയാ എഴുതിയ? സെവിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കോ. സെവിൻ സർ ഏകദേശം അതേപോലെ തന്നെ എഴുതിയത്. വേറെ കറക്ഷൻ സെയിം തന്നെ എഴുതിയത്. അതെ അതെ. ഓക്കെ, അമൽ? Sir, to design a footwear. ടു ഫുട്വെയർ. ഫുട്വെയറിൽ പറയുമ്പോൾ ഇവിടെ യൂണിസെക്സ് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പൊ അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? വയ്ക്കണം. ഇല്ലെങ്കിൽ ഫുട്വെയർ എന്ന് പറയുമ്പോൾ കൺഫ്യൂസ് വരാല്ലേ നമുക്ക്. ലേഡീസ് ആണോ ജെന്റ്സ് ആണോ അങ്ങനെ പറഞ്ഞിട്ട് കൺഫ്യൂസ് ആവാല്ലേ നമുക്ക്. ഓക്കെ, പിന്നെ സഫീൽ വേറെ ഏതെങ്കിലും വ്യത്യാസമായിട്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഓക്കെ, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ടത്? അഞ്ജിത, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ട? അഞ്ജിത, ആഫ്റ്റർ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞു. അതിന്റെ ശേഷം നമ്മൾ എന്തെഴുതണം? ലൗഡർ. ഓക്കെ, സെക്കൻഡ് വേണമെങ്കിൽ എന്തെഴുതാം? ഒബ്ജക്റ്റീവ്സ് എഴുതാം. ഓക്കെ, ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ ഈസ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഞാൻ പറയൂല, നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. നെക്സ്റ്റ് യു ഷുഡ് റൈറ്റ് ദി ഒബ്ജക്റ്റീവ്. Okay, first one is problem statement. Problem statement is to design a ergonomics model for footwear unisex. Then second one is objectives. Objectives എന്തൊക്കെ എഴുതാം? Objectives എന്തൊക്കെ എഴുതാം? ആമിന മൽഹ. ഓക്കെ, യൂണിസെക്സ് ഫുട്വെയർ. ഓക്കെ, അത് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്ത് എഴുതണം കേട്ടാ ഫ്രണ്ട്സ്. ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്ത് പറ. അനുപമ, ഒരു ഒബ്ജക്റ്റീവ്സ് പറ. സർ ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അറോമൽ. അരോമൽ, ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് ഫോർ ഫുട്വെയർ ഒരു ലൈൻ എഴുതിയാൽ മതി. ഒബ്ജക്റ്റീവ് എല്ലാ ആൾക്കാർക്കും കോമൺ ആയിട്ട് ഇരിക്കണമെന്നില്ല കേട്ടാ. നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോണതിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ എക്കണോമിക്സ് മോഡലാണ്. സോ വാട്ടർ ഫ്ലോ ടു ഡിസൈൻ എ ഫുട്വെയർ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. ഗുഡ്. അമിനാൻ്റെത് ഓക്കെ ആണ്. ഓക്കെ, യൂണിസെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിയർ ആയിട്ട് അമിന എഴുതിയിട്ടുണ്ട്. ടു ഡിസൈൻ എ ഫുട്വെയർ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. സെവൻ എഴുതുന്നുണ്ട്. സെവൻ അപ്പൊ അത് സെന്റൻസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? എഴുതാം ടു ഡിസൈൻ എ ഫുട്വെയർ ഫോർ വാട്ടർ പ്രൂഫ് മോഡൽ, അങ്ങനെ എഴുതണം. ഓക്കെ, പ്രിൻസിന്റെ അതിൽ ക്ലാരിറ്റി. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ക്ലാരിറ്റി വരണം. എന്താണെന്ന് വെച്ചാൽ ഏത് ലെവലിൽ പീപ്പിൾസ് റീഡ് ചെയ്താലും അതിന് എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, ഓക്കെ, ഗുഡ്. എഴുതിയാ ഒബ്ജക്റ്റീവ്സ്? എഴുതിയാ?
ഓക്കെ. ആമിന മൽഹാൻ്റെത് ഓക്കെയാണ്. ബട്ട് അതിന്റെ കൂട്ടത്തിൽ ആമിന ഒരു ലൈൻ കൂടി ആഡ് ചെയ്യാം. ഇത് എർഗണോമിക്സ് മോഡൽ അല്ലേ? സോ യൂസർ ഫ്രണ്ട്ലി എന്നുള്ള ഒരു വേർഡ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടി ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റിന് എന്ത് പോകണം? ഒബ്ജക്റ്റീവ്സ് കളഞ്ഞിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? നെക്സ്റ്റ് ഫസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതി. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതി കളഞ്ഞ ശേഷം നമ്മൾ ഒബ്ജക്റ്റീവ്സ് എഴുതി. ഒബ്ജക്റ്റ് എഴുതിയ ശേഷം നെക്സ്റ്റിന് എന്താ എഴുതേണ്ടത്? നമ്മള് നെക്സ്റ്റ് എന്താ എഴുതേണ്ട? എന്താ? കൺസ്ട്രെയിൻസ്. ഗുഡ്. കൺസ്ട്രെയിൻസ് പറ. കൺസ്ട്രെയിൻസ്. നിങ്ങൾ തോന്നുന്നത് പറഞ്ഞോ. അതിലിപ്പോ തെറ്റ് ശരിയില്ല. കൺസ്ട്രെയിൻസ് നിങ്ങളാണ് ഡിസൈനർ, മനസ്സിലായ? അതാണ് ഞാൻ ആൻസർ പറയാത്ത. ഇതിന് ആൻസർ ഒന്നും ഇല്ല പ്രോപ്പർ. ഓക്കെ, നിങ്ങളാണ് പറയണത് കൺസ്ട്രെയിൻസ്. അപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കൺസ്ട്രെയിൻസ്, നിങ്ങൾ എഴുതിയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഇതൊക്കെ തെറ്റെന്ന് പറഞ്ഞിട്ട് ആരും പറയൂല. സോ കോസ്റ്റ് ഓക്കെ, ആൻഡ് ഡ്യൂറബിലിറ്റി. സൈസ് എങ്ങനെയാടാ? കോസ്റ്റ്. കാസ്റ്റ് അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞിട്ട് എഴുതിക്കോ. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒരു 5 പോയിന്റ് പറയുന്നു വിചാരിക്കുക. അപ്പൊ ആ 5 കറക്റ്റിനല്ല. ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണ്, നിങ്ങളാണ് കൺസ്ട്രെയിൻസ് പറയണത്. അപ്പൊ എന്താണ് അതിപ്പോ ഞാനാണ് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു കൺസ്ട്രെയിൻ ആണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കട്ട് ചെയ്യൂല മാർക്ക്. ഓക്കെ, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾ കുറെ കൺസ്ട്രെയിൻസ് എഴുതുകയാണ്. അപ്പൊ നിങ്ങളുടെ ഡിസൈനിൽ ആ കൺസ്ട്രെയിൻസ് ഒക്കെ നിങ്ങൾ വയ്ക്കുകയാണ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ ശരി തെറ്റെന്നുള്ളതില്ല. അതാണ് ഞാൻ മുൻപേ പറയുന്നത്. ഒരു ഡിസൈനിൽ നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് വെച്ചാൽ അതിൽ ശരി തെറ്റില്ല. ഓക്കെ, നിങ്ങൾ എഴുതുന്നതൊക്കെ എന്ത് തന്നെയാണ്, അത് നിങ്ങളുടെ ഡിസൈനാണ്. അപ്പൊ നിങ്ങളുടെ ആംഗിളിലാണ് നിങ്ങൾ ആലോചിച്ച് എഴുതുന്നത്. അപ്പൊ എന്റെ ആംഗിളിൽ അത് ഞാൻ നോക്കിയിട്ട് ഇത് ശരിയാണ് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് കൺസ്ട്രെയിൻസ് കുറെ, ഒരു 5 or 6 കൺസ്ട്രെയിൻസ് എഴുതിക്കോ കേട്ടോ. ലെസ് വെയിറ്റ്, ഡ്യൂറബിൾ മെറ്റീരിയൽ, ഓക്കെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽ യൂസ്, ഗുഡ്, ദെൻ കോസ്റ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടോ കൺസ്ട്രെയിൻസ്? ഈ എർഗണോമിക്കിനെ കൺസ്ട്രെയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും? എഴുതാം. അത് കാണാൻ ചിലപ്പോൾ രസം ഉണ്ടാവില്ലല്ലോ, അപ്പൊ അത് അങ്ങനെ എഴുതാം. ഓക്കെ, സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എഡ്ജസ്, ഓക്കെ, ഇന്റഗ്രിറ്റി, ഓക്കെ. വേറെ 1 2 3 4 വേറെ ഇതിന്റെ പുറത്ത് വേറെ എന്തെങ്കിലും? 7ന്റെ പോയിന്റ് ഓക്കെ ആണ് കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എഡ്ജസ്, ഓക്കെ, ഇന്റഗ്രിറ്റി, അശ്വിൻ, ഓക്കെ. ദെൻ ഡ്യൂറബിൾ മെറ്റീരിയൽ, ലെസ് വെയിറ്റ്, അകൽക്കേണ്ടതും ഓക്കെ ആണ്. മെറ്റീരിയൽ യൂസ്ഡ്, ഓക്കെ. ദെൻ കൺസ്ട്രെയിൻസ് എഴുതിയ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് വേണ്ടത്? കൺസ്ട്രെയിൻസ് കളഞ്ഞിട്ട് എന്താണ് വേണ്ടത്? നമ്മൾ കുറെ എക്സസൈസ് നോക്കിയതല്ലേ? ഫങ്ഷൻസ്, ഓക്കെ. ഫങ്ഷൻസ്, ഡിസൈൻ ഫങ്ഷൻസ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഡിസൈൻ ഫങ്ഷൻസ്. ഇതിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടോ? ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയാൻ, സം ഫുഡ് വേഴ്സ് നമ്മൾ എങ്ങനെയാടാ? വാട്ടർ പ്രൂഫ് പറയാം. ഓക്കെ, വേറെ പിന്നെ ചില ഇതിൽ എന്താണെന്ന് വെച്ചാല് മെഡിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടുണ്ടാവും അല്ലെ ചില ഫുഡ് വേഴ്സില്. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വയ്ക്കാം. ഓക്കെ, കംഫർട്ടബിൾ, ഓക്കെ, 2 ആൾക്കാർ കംഫർട്ടബിൾ വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫ് വയ്ക്കാം. ദെൻ ബാക്കിയുള്ള ആൾക്കാർ ചാറ്റ് ബോക്സ് നോക്ക്. ആൾക്കാർ ടൈപ്പ് ചെയ്യണതിൽ ഓക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ഒന്നും വന്നിട്ടില്ല എന്ന് വെച്ചാൽ അവരുടെ ഇതിൽ എന്ത് ചെയ്തോ, ബെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തോ. എക്സാമിന് എങ്ങനെയാണ് ദെൻ കംഫർട്ടബിൾ. വേറെ നെക്സ്റ്റ് കംഫർട്ടബിൾ മാത്രമാണോ? നബീൽ നസീർ, പ്രിൻസ്, വേറെ സെവിൻ, ലിഖിത് ഒരു
അർബിത്ത്, ഇവരൊക്കെ ഉണ്ടോ ക്ലാസ്സിൽ? അർബിത്ത് കൺസ്റ്റന്റ് തന്നെ ഏകദേശം. ഓക്കെ, എഴുതാം. ഓക്കെ, 10. അർബിത്ത്, അത് ആ കൺസ്ട്രൻസിൽ ഉള്ളത് ഏകദേശം എഴുതിയാ പോരെന്നാ ചോദിച്ചത്. അതില് അതേ വാഡിങ്സിൽ എഴുതല്ലേ? ആ. ഓക്കെ, കുറച്ച് മോഡിഫൈ ചെയ്ത് എഴുതണേ. അർബിത്തിന്റെ ഇതൊക്കെ എന്താണ്? ഡിസൈൻ ഫങ്ഷൻസ് എന്താ വയ്ക്കാൻ പോണേ? സാർ ഞാനിപ്പോഴാ വന്ന, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ഫങ്ഷൻസ് കഴിഞ്ഞോ? ഫങ്ഷൻസ് എഴുതി. ഓക്കെ, ഇനി എർഗണോമിക്സ് മോഡൽ ഒന്ന് ഡിസൈൻ ചെയ്യും. ഞാൻ അറ്റൻഡൻസ് എടുത്തു വരും. എടുത്തു വരുന്ന സമയത്തിന് എന്ത് ചെയ്യണം? ഒന്ന് ഇത് ചെയ്താൽ മതി, ഒരു ഡിസൈൻ. ഓക്കെ, ഡിസൈൻ ചെയ്തിട്ട് കാണിക്കണം കേട്ടോ. അത് കളഞ്ഞിട്ട് അതിന്റെ ബ്രീഫ് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ഡിസൈൻ എ ഫുട്വെയർ ഫോർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മോഡൽ. ഫുട്വെയർ ഡിസൈൻ ചെയ്. ഞാൻ ഈ അറ്റൻഡൻസ് എടുത്തു എന്നൊന്നും ചോദിക്കും. ഓക്കെ, എർഗണോമിക്സ് ആണ് ചെയ്യേണ്ടത്. എർഗണോമിക്സ് മീൻസ് എന്ത് ചെയ്യണം? യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കണം. നെക്സ്റ്റ് ഉള്ളതാണ് അസ്തെറ്റിക്സ്. ഓക്കെ, ഇപ്പൊ നമ്മള് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഏതിനാണ് എഴുതിയത്? എർഗണോമിക്സിനാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ നിങ്ങളുടെ ഡിസൈൻ എങ്ങനെയായിരിക്കണം? യൂസർ ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം. ഓക്കെ, കാണാന് അതിലുള്ള ഒരു ഭംഗിയൊന്നും വയ്ക്കാൻ നിൽക്കണ്ട. ഓക്കെ, എല്ലാരും ഒന്ന് ഡിസൈൻ ചെയ്. ഓക്കെ, ആശിഷ്, പ്രസന്റ്. അഭിനവ്, പ്രസന്റ്. അഭിഷേക്, ഓക്കെ. ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, അമൽ സുരേന്ദ്രൻ, ആമിന മൽഹ, അനൈന, അനിരുദ്ധ്, അനിരുദ്ധ് ഉണ്ടോ? ഓക്കെ, അനുജ, അനുപമ, അറോമൽ, അർബിത്, അരുൺദാത്ത്, അശ്വിൻ, ഫസ്ന ഇല്ല. ഓക്കെ, റംഷദ ഉണ്ട്, കൃതൽ, ജരീഷ്, ഖദീജ, ലിഖിത്, മരിയം ലിയാന, നിതിൻ മോഹൻ, മുഹമ്മദ് നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ ഉണ്ടോ? സാലി, സഫീഖ്, നബീൽ നസീർ, നന്ദ എസ് നായർ, നന്ദിത, നിവേദയ, നൂഹ സാലി, പ്രിൻസ്, ഋഷികേഷ് ഉണ്ടോ? ഋഷ്വിൻ, ഋത്തിക്, രോഹിത്, സഫീൽ, സങ്കീർത്തന,
സാരംഗ്, സേജൽ, സെവിൻ, സബിൻ, ശിഷ്കാജ്, തനുശ്രീ, തേജ പൊന്നൻ, തുളസി, വൈഷ്ണവി രാജീവൻ, വിഷ്ണു കെ, വൈഷ്ണവ് പ്രദീപ്, യാദവ്. ഓക്കെ, ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയാ? ഡു ഫാസ്റ്റ്. നിതിന്റെ ഡിസൈൻ കണ്ടിട്ട് കുറേ ആയല്ലോ. നിതിൻ ഉണ്ടോ ഇവിടെ? നിതിൻ മോഹൻ. ആ, ഡിസൈൻ കംപ്ലീറ്റ് ആയാ? കംപ്ലീറ്റ് ആയിട്ടില്ല. ഡു ഫാസ്റ്റ്. സിമ്പിൾ ഡിസൈൻ മതി. ഡു ഫാസ്റ്റ്. ഡു ഫാസ്റ്റ്. രോഹിത് കംപ്ലീറ്റ് ആയാ? സെവിൻ. ഇവിടെ ഡിസൈൻ വരയ്ക്കുമ്പോൾ ഒന്ന് ഓർക്കുക, നൗ വി ആർ ഡിസൈനിങ് എക്കണോമിക്സ് മോഡൽ. അത് ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെയിൻ ആയിട്ട് വരും ഈ ഡിസൈന്. നിങ്ങൾ എർഗണോമിക്സ് മോഡൽ, അഗൈൻ അസത്തറ്റിക്സ് മോഡൽ, ബയോമിമിക്രി മോഡൽ എന്ന് പറഞ്ഞിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ അത് മൂന്നും ക്ലാസിഫൈ ചെയ്യണം. സപ്പോസ് അത് ബയോമിമിക്കലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ ഏത് നേച്ചറെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏത് നേച്ചർ തിങ് ആണ് ഇന്ററാക്ട് ചെയ്തത്, ആ നേച്ചർ തിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പോൾ ഡിസൈനെ ജെറ്റ് അല്ലെങ്കിൽ എന്താണ് ഡിസൈനെ എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ ബയോമിമിക്രിന്റെ ഇതെന്തായിരുന്നു? ഏതിലാണ്ടാണ് നമുക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയത്? ബാറ്റ്സിലാണ്ടാണ് ആ കോൺസെപ്റ്റ് കിട്ടിയത്. അപ്പൊ അതാണ് അതിന്റെ മോഡല്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ എഴുതണം നിങ്ങൾ. മനസ്സിലായ? അതുപോലെയാണ് ഇപ്പൊ അവർ വേറെ എന്തെങ്കിലും ചോദിക്കും. ചിലപ്പോ ബിൽഡിങ്സ് ആണ് ചോദിക്കുക. ഓക്കെ, ഒരു ബയോമിമിക്രി ബേസ് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? ഈ നേച്ചർ തിങ് ആണ് ഞങ്ങളെ ഇന്ററാക്ട് ചെയ്തത്, അപ്പൊ ഇതിലുണ്ടാണ് ഞാൻ ഈ കോൺസെപ്റ്റ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? തിയറി എഴുതണം. ഓക്കെ, ഡിസൈൻ വരച്ചായത് കുറച്ച് സ്പീഡാക്ക്. അഭിനവ് കംപ്ലീറ്റ് ആക്കിയാ? ഓക്കെ, ഒന്ന് കാണിക്കോ? ആ, ഓക്കെ, എക്സ്പ്ലെയിൻ. സാറേ, ഇത് ഇങ്ങനത്തെ ചെരുപ്പ് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ അടിയിൽ ഗ്രിപ്പ് ഉണ്ട്, ബേക്കില് സോഫ്റ്റ് കുഷൻ ആണ്. അത് പക്ഷെങ്കിൽ വാട്ടർ പ്രൂഫ് വെക്കാൻ ചെറിയൊരു കവറിങ് ചെയ്തിട്ടുണ്ട് ഗ്രിപ്പ്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ സ്ട്രാപ്പില്ല, അതുപോലെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മളെ സൈസിനനുസരിച്ചിട്ട് ഒട്ടിച്ചു വെക്കാം. ഓക്കെ, ഗുഡ്. പിന്നെ എല്ലാ വ്യൂസും സൈഡും മറ്റേതും ബേക്കും. ഗുഡ്. ഓക്കെ, ഗുഡ് അഭിനവ്. വേറെ അനുപമ വരയ്ക്കുന്നു. അമൽ വരച്ച് അടയാളപ്പെടുത്തുന്നു. കംപ്ലീറ്റ് എന്താ? ലിഖിത്ത് വരച്ചായിരുന്നോ?
ലിഖിത്. സാറേ ഞാൻ വരച്ചിട്ടുണ്ടോ അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല. കാണിച്ചു തരാം, ജസ്റ്റ് കാണിക്കാം. ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. എക്സ്പ്ലെയിൻ ചെയ്യോ? എക്കണോമിക്സ് മോഡലാണ്. ഓക്കെ, ഇല്ല വോയിസ് മൈക്ക് ഓൺ ചെയ്യോ ലിഖിത്ത്? സാർ ഇത് സാധാ മോഡൽ തന്നെയാണ്. അപ്പൊ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന മോഡല് ഉള്ളില് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കുറച്ചൊരു മസാജിങ് ടൈപ്പ്, നമ്മളെ കാലിന് കുറച്ച് മെഡിക്കൽ ഇത് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മാത്രം. ഓക്കെ, സെവിൻ. സാർ ഒരു സാധാരണ ഒരു ഷൂ ആണ് വരച്ചത്. കുറച്ച് ആഡ് ചെയ്തേ. സാർ കാണിച്ചു തരാം. ഇല്ല, കുറച്ചുകൂടി. ഓക്കെ, സെവനെ ഒരു രണ്ട് ഫിഗർ കൂടി വരയ്ക്കണേ. സാർ സാർ ഇത് നമ്മള് സാധാരണ ഷൂ ഇടുമ്പോ ടോസിന്റെ അടുത്ത് ഭയങ്കര ഇതായിരിക്കൂലേ, വേദന ആയിരിക്കൂലേ, തട്ടിയിട്ട്. അതുകൊണ്ട് കുറച്ചും കൂടി സ്പേസ് ടോന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വേദന ആയിരിക്കും ചില ഷൂകള്. മടമ്പിന്റെ കുറച്ച് മുകളിലോട്ടായിട്ട് അവിടെയും കുറച്ച് റബ്ബർ സ്മൂത്ത് ലൈനിങ് വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് അത്ര എനിക്ക് കിട്ടിയിട്ടുള്ളൂ എർഗണോമിക്സ് ആയിട്ട്. ഓക്കെ, ഗുഡ്. ഡിസൈൻ ഓക്കെ ആണ്. അപ്പോ ഒരു സെക്കൻഡ് അതിലെ ഈ ഡിസൈനിൽ നീ രണ്ട് ഫീച്ചേഴ്സ് പറഞ്ഞല്ലേ, ഈ ഫ്രണ്ട് ഈ ബാക്ക്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഡിസൈൻ നീ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കണം. അതിൽ എന്താണ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. വേറെ നന്ദ ഇവിടെ ഉണ്ടോ? നന്ദിത. ഓക്കെ, നന്ദിത ഡിസൈൻ വരച്ചിട്ടുണ്ടോ? നന്ദിത ആയിട്ടില്ല. ഓക്കെ, മിഥുന്റെ ഡിസൈൻ. മിഥുൻ കംപ്ലീറ്റ് ആയ ആൾക്കാര് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പിന്നെ എഴുതാം. അസെത്തറ്റിക്സ് മോഡൽ വരച്ചോട്ടാ, കംപ്ലീറ്റ് ആയ ആൾക്കാര്. മിഥുൻ ആർ യു ദേർ? മിഥുൻ അവിടെ ഉണ്ടോ? ഓക്കെ, അരുൺദാത്ത്. അരുൺദാത്ത് അവിടെ ഉണ്ടോ? കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത്ര സമയമാണോ ഒരു ഫിഗർ വരയ്ക്കാന്? അനുപമ. അശ്വിൻ. ആമിന വരച്ചിട്ടുണ്ടോ? ആമിന. അമൽ സുരേന്ദ്രൻ.
അമൽ സർ കംപ്ലീറ്റ് ആയാ? ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഓൺ ചെയ്തോ? ക്യാമറ ഓൺ ആയിട്ടില്ല അമൽ. ഓക്കെ, ഇല്ല, കുറച്ചുകൂടി ഫോക്കസ്. ഓക്കെ, ഓൺ വ്യൂ ആണ്. ഒരു ഫിഗറേ ഉള്ളൂ. ഇല്ല, അപ്പുറമുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യോ? ഇതാണ് ബേസിക് ആയിട്ടുള്ള മോഡല്. ഉം. ഇത് കംപ്ലീറ്റ് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയൊരു ഫുട്വെയറാണ്. ഉം. ഇതിന്റെ അടിയില് റബ്ബറിന്റെ ഗ്രിപ്പാണുള്ളത്. ഓക്കെ. മഴക്കാലത്തെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഗ്രിപ്പ് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ആ സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൈസിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്ട്രാപ്പിന്റെ ആ പൊസിഷൻ ഒന്ന് സൂം ചെയ്ത വ്യൂ ഒന്ന് വരയ്ക്കണം കേട്ടാ. ആ, പിന്നെ അപ്പൊ സ്ട്രാപ്പിൽ ഏത് ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്ന് എഴുതണം കേട്ടാ. റബ്ബർ ടൈപ്പ്. റബ്ബർ ടൈപ്പ്. ഓക്കെ, റബ്ബർ സ്ട്രാപ്പ്. ഓക്കെ. ഇല്ല, ആ ക്ലിപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏത് ടൈപ്പ് ക്ലിപ്പാണെന്നുള്ളത്. കുറെ ടൈപ്പ് ക്ലിപ്സ് ഉണ്ടല്ലേ? ഓക്കെ. ഓക്കെ, അതർവൈസ് ഗുഡ്. അത് സ്ട്രിപ്പ് നമ്മൾ പറയുമ്പോൾ സ്ട്രാപ്പ് കുറെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അതിൽ അപ്പൊ ഏത് ടൈപ്പ് സ്ട്രാപ്പ് ആണെന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യണം. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ്. വേറെ അടുത്ത് അവിടെ കാണിച്ചല്ലേ ആ 2 ഫിഗർ? ഓക്കെ, അഖിൽ കെ. അഖിൽ കെ. സാർ ഡിസൈൻ. അസെത്തറ്റിക്സ് കംപ്ലീറ്റ് ആയവർ കാണിക്കാം കേട്ടോ, സമയം പോയി. സ്കെച്ച് ചെയ്യണം കേട്ടോ അഖിൽ. ഇത് മുകളിൽ കാണുന്ന സാർ ഇത് ചെപ്പലിന്റെ ഡിസൈൻ. അത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഫുൾ റബ്ബറും. ഇത് അടിയിലുള്ളത് മൊത്തം റബ്ബറിന്റെ ഗ്രിപ്പാണ്. ബാക്കി മുകളിലുള്ളത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് ആയിട്ടും. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് വാക്ക് ചെയ്യാനുള്ള രീതിയിൽ. ഓക്കെ, ഇത് സ്കെച്ച് ചെയ്തിട്ടുണ്ടോ? ഇത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത്? ഇല്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അത് മെൻഷൻ ചെയ്യണം കേട്ടാ. ഈ അമലിന്റെ ഫിഗർ അഭിനവൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ, ഈ മെറ്റീരിയൽ ആണ് ഇവിടെ ഇതാണെന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ചെയ്യണം കേട്ടാ. ഓക്കെ, അതർവൈസ് ഗുഡ്. അസെത്തറ്റിക്സ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഭിനവ് ചെയ്തിട്ടുണ്ടോ അസെത്തറ്റിക്സ്? പറഞ്ഞിട്ടില്ല. വേറെ അസെത്തറ്റിക്സ് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തോ? അസെത്തറ്റിക്സ് അർബിത്ത് ഇപ്പൊ ഒരു ഡിസൈനും കാണിക്കില്ല. അർബിത്ത് ഇല്ല സാറേ. ഫസ്ന ഇല്ല, സെയിം ആൻസർ. മിഥുൻ നന്ദ ടൈമായി. നന്ദ റോസിയൊക്കെ ഇവിടെ ഉണ്ടോ? മുഹമ്മദ് റോസിയൊക്കെ. നന്ദിതാന്റെ ഡിസൈൻ ആയാ? നന്ദിത
ഡിസൈൻ ജസ്റ്റ് ഒന്ന് കാണിക്കുമോ നന്ദിതാന്റെ ഡിസൈൻ? നന്ദിത ആ ഓക്കെ, ഡിസൈൻ ഓൺ ചെയ്ത് കാണിക്കോ? കുറച്ച് ഓക്കെ, സ്കെച്ച് ചെയ്തിട്ടില്ല, പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, ഇന്നത്തെ അവർ കഴിഞ്ഞു.